ഇന്നലെ ജനം മലയാളം എപ്പിസോഡ് 1 സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യേ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ തടസ്സപ്പെട്ടുപോയി. ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ നിങ്ങൾ കേട്ട ജനം മലയാളം എപ്പിസോഡ് 1 ബാക്കിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ജനം മലയാളം എപ്പിസോഡ് 2 ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ രത്നച്ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ആടുജീവിതം എനിക്ക് വേണമെങ്കിൽ സിനിമ ഇൻ മലയാളം എന്ന പേരിലുള്ള എന്റെ നല്ല സിനിമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പരമ്പരയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ പറഞ്ഞു, പൈങ്കിളി വാരികകൾ, പൈങ്കിളി കഥകൾ, പ്രസിദ്ധീകരണങ്ങൾ, അവ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന അധപ്പതനം. നാം വളരെ വേഗത കുറഞ്ഞാണെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്ന ബ്രെയിൻ വാഷ്ഡ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ അതിന് മസ്തിഷ്ക ക്ഷാളനം എന്നാണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മസ്തിഷ്ക ക്ഷാളനം സംഭവിക്കുന്നവരാണല്ലോ ഭീകരന്മാരുടെ ആഹ്വാനം കേട്ട് സ്വർഗം കിട്ടുമെന്ന് കരുതി 72 ഹൂറികളെ കിട്ടുമെന്ന് കരുതി അരയിൽ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന്റെ കറുത്ത കുപ്പായം ധരിക്കുന്നത്, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന്റെ ഭീകരതയുടെ താടി, ആ താടിയുടെ ഭാര്യയായി തീരുന്നത്. നാം വിഷയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് തിരിച്ചു വരികയാണ്. അപ്രകാരമുള്ള ഒരു മസ്തിഷ്ക ക്ഷാളനം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരിച്ചറിയുന്നില്ല. കാരണം ഘട്ടം ഘട്ടമായി വളരെ ചെറിയ രീതിയിൽ മാത്രം മസ്തിഷ്ക ക്ഷാളനം നടക്കുന്നു എന്നുള്ളതിനാൽ നാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളിലെ കഥകൾ, നോവലുകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതിന് സമാനമായ കഥകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ, എത്രയോ മഹോന്നതമായ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവ നമുക്ക് നല്ലൊരു കഥ, സന്തോഷകരമായൊരു കഥ അനുഭവം, കലയുടെ അനുഭവം, കഥയുടെ അനുഭവം, 2 വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. കഥയുടെ മനോഹരമായ അനുഭവം, അതോടൊപ്പം കലയുടെ മനോഹരമായ അനുഭവം നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്, ഇവയോരോന്നും ഓരോ സന്ദേശം നൽകുന്നുണ്ട്. ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ
ഞാൻ ഇപ്രകാരമുള്ള സിനിമകൾ, നല്ല സിനിമകൾ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, നല്ല സിനിമകൾ എന്ന് പറയുന്നത് ആടുജീവിതത്തെ അല്ല എന്ന് നിങ്ങൾക്ക് ഇന്നലത്തെ എപ്പിസോഡിലൂടെ മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസിദ്ധ സിനിമ സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണന്റെ പോലുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജി അരവിന്ദന്റെ പോലുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഷാജി എൻ കരുണിനെ പോലുള്ളവരുടെ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിഥി, സ്വപ്നാടനം, നിർമാല്യം മുതലായവ പോലുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് ഞാൻ നടത്തിയിട്ടുള്ള ഈ പ്രഭാഷണങ്ങളുടെ പകുതി പ്രഭാഷണങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇത് എന്റെ 282ാമത്തെ വീഡിയോയാണ്. ഈ 282 കൃത്യം പകുതി 141 പോലും എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഞാൻ നല്ല സിനിമകൾ കാണുന്ന വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ. അതുപോലെ തന്നെ നല്ല സിനിമയ്ക്ക് സമാനമായ നല്ല കഥകളും നല്ല നോവലുകളും വായിക്കണമെന്ന് താല്പര്യമുള്ള വ്യക്തിയാണ്. തകഴി ശിവശങ്കരപിള്ളയെ പോലുള്ളവരുടെ കൃതികൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പോലുള്ളവരുടെ കൃതികൾ, അതുപോലെ ലോകസാഹിത്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കൃതികൾ മലയാളത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ, സേതു, ഇങ്ങനെയൊക്കെയുള്ളവരുടെ നോവലുകളും കഥകളും വായിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ അവയിലേതെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതിന്റെ, എല്ലാം വായിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ തിരക്ക് നിറഞ്ഞ ഈ ജീവിതത്തിനിടയിൽ പരിപൂർണമായും തിരക്കാണ് എനിക്ക്. ഏകദേശം 2019 ശേഷം എന്റെ ജോലി തിരക്കുകൾ ഏറിയിരിക്കുകയാണ്. വിദേശത്തായിരിക്കുമ്പോൾ അത്രയും പ്രയാസമില്ല. 8 മണിക്കൂർ ജോലിയെങ്കിൽ 8 മണിക്കൂർ ജോലി, ജോലി കഴിഞ്ഞ ശേഷമുള്ള സമയം വിനോദത്തിനുള്ളതായിരുന്നു. 9 മണിക്കൂർ ജോലിയെങ്കിൽ 9 മണിക്കൂർ ജോലി, അല്ലെങ്കിൽ 10 മണിക്കൂർ, അങ്ങനെ 10 മണിക്കൂർ. ആ ജോലി സമയം കഴിഞ്ഞുള്ള സമയം വിനോദത്തിനുള്ളതായിരുന്നുവെങ്കിൽ 2019 മുതൽ എന്റെ ജോലി 8 മണിക്കൂറേ ഔദ്യോഗികമായിട്ടുള്ളൂ എങ്കിലും ആത്മാർത്ഥത കൊണ്ടും സർഗാത്മകത കൊണ്ടും ഞാൻ ആരും പറയാതെ 8 മണിക്കൂറിന് ശേഷവും കമ്പനിയിൽ ഇരുന്ന്, ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും, ഒറ്റയ്ക്ക് ഇരുന്ന് പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനുകളും മറ്റുമായി ഞാൻ കടന്നു പോകുന്നു. 2019 ശേഷം ഇത് 2024 ഇതുവരെ എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കാണ് എനിക്ക്. രാവിലെയും അതിരാവിലെ പോകും, മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ചെല്ലും. അപ്പൊ തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിൽ എനിക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ദുഃഖമുണ്ട്. എങ്കിലും കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇപ്രകാരം തകഴി ശിവശങ്കരപിള്ളയുടെയോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയോ ആനന്ദിന്റെയോ OV വിജയന്റെയോ അപ്രകാരമുള്ള നല്ല നോവലുകളോ കഥകളോ വായിക്കാൻ ശ്രമിച്ചു വരുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. എവിടെ പറഞ്ഞപ്പോഴാണ് വിഷയം മാറി ഇതിലേക്ക് കടന്നു വന്നത്. പൈങ്കിളി അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്, മസ്തിഷ്ക ക്ഷാളനം നമ്മെ നടത്തുകയാണ്, നമ്മൾ ആരും അറിയുന്നില്ല. മസ്തിഷ്ക ക്ഷാളനം ഏതെങ്കിലും ഒരു ഭീകരൻ നമ്മെ ചെയ്യുമ്പോൾ അവൻ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. മോനെ വരൂ, ഞാൻ മസ്തിഷ്ക ക്ഷാളനം ചെയ്യാം, ഞാൻ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാം എന്ന് പറഞ്ഞല്ല ഒരു പെൺകുട്ടിയെയും, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണല്ലോ ഇതിന് ഉപയോഗിക്കുന്നത്. ലവ് ജിഹാദ് എന്നും മറ്റും പേരിൽ എത്രയോ പേരാണ് പാപത്തിന്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ മാർഗം എന്ന് കരുതി 72 ഹൂറികളെ കിട്ടുമെന്ന് കരുതി ജീവിതം നശിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിലൊരു ചൊല്ലില്ലേ, ഉത്തരത്തിലിരിക്കുന്നതും പോയി, ഉത്തരത്തിലിരിക്കുന്നതിന് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്തു. അത്ഭുതം വരുന്നത് പെൺകുട്ടികൾക്കിടയിൽ 8 വയസ്സുള്ള ഒരു പെൺകുട്ടി പോലും
ബെൽറ്റ് ബോംബ് അരയിൽ കെട്ടി മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. 8 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് നിർത്തി ആടുജീവിതത്തിലേക്ക് കടന്നു വരാം. 8 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ബാല്യമല്ലേ? ആകാശവും ഭൂമിയും കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ? കല്ല് കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ? മണ്ണുകൊണ്ട് പുട്ടും അപ്പവും ഉണ്ടാക്കി കളിക്കേണ്ട പ്രായമല്ലേ? സാദേമ്പർ കളിക്കേണ്ട പ്രായമല്ലേ? വട്ടവാർ കളിക്കേണ്ട പ്രായമല്ലേ? തൊങ്ങിക്കളിക്കേണ്ട പ്രായമല്ലേ? ആ കുട്ടിക്ക് പോലും മസ്തിഷ്ക ക്ഷാളനത്താൽ അരയിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് അവർ പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതി ജീവിതം നശിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. വിഷയം അതല്ല. കൂടുതൽ അതിനെക്കുറിച്ച് പറയാതെ ആടുജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ആടുജീവിതം കണ്ടതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞത് അതൊരു മികച്ച നോവലാണെന്നുള്ളതാണ്. ഞാൻ വായിച്ചിട്ടുള്ള മലയാള നോവലുകളിലെ മികച്ച 10 നോവലുകളിലൊന്ന് ആടുജീവിതമാണ്. അത്ഭുതം വന്നു പോകുന്നു, ബെന്യാമിന് ഇത്രയും മനോഹരമായിട്ട് എഴുതാൻ സാധിച്ചല്ലോ എന്നോർത്തിട്ട്. അന്ന് എനിക്ക് ബെന്യാമിനോടുണ്ടായ ആ സ്നേഹം, ആ കൗതുകം സിനിമ കണ്ടപ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചു. കാരണം സിനിമ തറയാണെന്ന് പറയേണ്ടി വരുന്നു. തറ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തെ സിനിമ പോലെ, പ്രേം നസീറിന്റെ കാലത്തെ സിനിമ പോലെ കനന ചൊലയിലാടുമേക്കാൻ അങ്ങനെ പാട്ട് പാടുന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് ഏതെങ്കിലും കാമുകനും കാമുകിയും പാർക്കിൽ പോയിട്ട് മരത്തിന്റെ ചുറ്റുമിരുന്ന് ഇപ്രകാരം പാടുമോ? അപ്പൊ കാനനച്ചോലയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ എന്ന് കാമുകൻ പാട്ട് പാടുമ്പോൾ, സുഭാഷ് പാർക്കിടുന്ന പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിടുന്ന പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ വൃന്ദാവൻ ഗാർഡൻസ് ഇടുന്ന പാട്ട് പാടുമ്പോൾ തിരിച്ചപ്പോൾ തന്നെ കാമുകിയും പാടുമോ? ഞാനില്ല ഞാനില്ല എന്നും പറഞ്ഞ് പാടുമോ? അപ്പൊ അത്രയും തറയൊന്നും അല്ല കേട്ടോ ആടുജീവിതം. പിന്നെ ഞാൻ കാണാനിടയ സാഹചര്യം, ഈ ആടുജീവിതം സംവിധാനം ചെയ്ത സംവിധായകൻ ഇതിനു മുമ്പ് സംവിധാനം ചെയ്തു എന്ന് പറയുന്ന സിനിമകൾ ഭേദപ്പെട്ടതായിരുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണന്റെ നിലയിലേക്ക് എത്തുന്നില്ല എങ്കിലും, ജി അരവിന്ദന്റെ നിലയിലേക്ക് എത്തുന്നില്ല എങ്കിലും, ഷാജീൻ കരുണിന്റെ നിലയിലേക്ക് എത്തുന്നില്ല എങ്കിലും, സ്വപ്നാടനം പോലെയോ അതിഥി പോലെയോ അമ്മ അറിയാൻ പോലെയോ എത്തുന്നില്ല എങ്കിലും തൊട്ട് താഴെ വരുന്ന സിനിമകളുടെ പരിധിയിൽ വരുന്ന ഒരു സിനിമയായതുകൊണ്ട് കൂടിയാണ് ഞാൻ പോയത്. കാരണം ഞാൻ ഇന്നലെ പൈങ്കിളി പറയാനുണ്ടായ എന്നുള്ള വാക്ക് പറയാനുണ്ടായ കാര്യം, മികച്ച സംവിധായകരാരും പൈങ്കിളി കഥകൾ എടുക്കില്ല. പൈങ്കിളി കഥകൾ വായിക്കുന്നത് ആരാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു പണിയുമില്ലാതെ നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പെണ്ണുങ്ങൾക്ക് സമാനമായ ആണുങ്ങളുമുണ്ട്. ഇതുപോലുള്ള വാരികകൾ വായിച്ച് സ്വയം മസ്തിഷ്ക ക്ഷാളനം നടത്തി, മസ്തിഷ്ക ക്ഷാളനം ചെയ്യപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു പ്രതിഭയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ നശിച്ചു പോകുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ഈ പൈങ്കിളി വാരികകളും പ്രസിദ്ധീകരണങ്ങളും
വായിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നശിച്ചു പോകുന്നത്. ഞാൻ പറയും, ലൈംഗിക ചിത്രങ്ങളെക്കാൾ നമ്മെ ഒരുപടി മസ്തിഷ്കക്ഷാളനം ചെയ്ത് നശിപ്പിക്കുന്നത് പൈങ്കിളി വാരികകളും വാരികകളിലെ കഥകളും നോവലുകളുമാണ്. ഇവയ്ക്ക് അതേപടി തുലനം ചെയ്യാവുന്നതാണ് പൈങ്കിളി വാരികയിൽ നിന്ന്, അല്ലെങ്കിൽ പൈങ്കിളി കഥകളിൽ നിന്ന്, പൈങ്കിളി നോവലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൈങ്കിളി സിനിമകൾ. അപ്പൊ ഞാൻ പോയതിന്റെ കാരണം പറഞ്ഞു. ഒന്ന്, ഈ സംവിധായകന്റെ മുൻ സിനിമകൾ ഭേദപ്പെട്ടതാണെന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ബെന്യാമിൻ എഴുതി വെച്ച ആടുജീവിതം അതിമനോഹരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു. ഞാൻ ആടുജീവിതം എന്ന നോവൽ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായി. ഏത് നിമിഷം എടുത്തു പറഞ്ഞാലും ആ നോവലിനോട് എവിടെയാണ് ഈ സിനിമ നീതി പുലർത്തുന്നത്? ബെന്യാമിൻ ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ബെന്യാമിനോടുള്ള ആദരവ് ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം അന്ന് വായിച്ച ആ നോവൽ ഈ വ്യക്തിക്ക് സിനിമയാക്കാൻ പകുതി പോലും സാധിക്കാതെ വന്നു. അപ്പൊ എത്ര പ്രയാസപ്പെട്ടാണ് ബെന്യാമിൻ ഇത് ഉണ്ടാക്കി വെച്ചത്? പലതും സ്വഗതാഖ്യാനങ്ങളാണ്, ചിന്തകളാണ്. അപ്പോ ഞാനിത് പലരോടും പറഞ്ഞപ്പോ പലരും പറഞ്ഞത് ഇതാണ്: ഇത്രയും വലിയ നോവലല്ലേ, അത് 3 മണിക്കൂർ കൊണ്ട് സിനിമയാക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാഭാരതം എന്ന അതിമനോഹരമായ കഥ ആർക്കും 2.5 മണിക്കൂർ കൊണ്ട്, 2.25 മണിക്കൂർ കൊണ്ട്, 3 മണിക്കൂർ കൊണ്ട് സിനിമയാക്കാൻ പറ്റില്ല. സിനിമയാക്കിയാൽ അത് പറ സിനിമയാവും. ആടുജീവിതം പോലെ തറയായി മാറും. അത് വേണമെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന സിനിമയാക്കാം, അല്ലെങ്കിൽ സീരിയൽ. മഹാഭാരതം സീരിയലായി അവതരിപ്പിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അത് മറ്റൊരു തറ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോ മഹാഭാരതം 2.5 മണിക്കൂർ കൊണ്ടോ, 2.25 മണിക്കൂർ കൊണ്ടോ, 3 മണിക്കൂർ കൊണ്ടോ സിനിമയാക്കാൻ പറ്റാത്തതുപോലെ ആടുജീവിതവും പറ്റില്ല എങ്കിൽ ഒരു മനോഹരമായ കഥയെ നശിപ്പിക്കാൻ വേണ്ടി ആടുജീവിതം പോലെ ഒരു സിനിമ നിങ്ങൾ എടുക്കരുതായിരുന്നു. എനിക്ക് മനസ്സിലായി എങ്കിൽ, കഥ മനസ്സിലായി എങ്കിൽ, അത് ഞാൻ നോവൽ വായിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. ആടുജീവിതം എന്ന സിനിമ കാണാൻ വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം പേര് നോവൽ വായിക്കാതെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് വരുന്നു? ഇപ്രകാരം ജീവിച്ച ഒരു നജീബ് എന്ന പേരുള്ളൊരു മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോഴും മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞുകൊണ്ടാണ്. ഒരു വ്യക്തിക്കും മനസ്സിലായിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ പല ഘട്ടങ്ങളിലും കഥയുമായി യാതൊരു ബന്ധവുമില്ല. എത്രയോ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. ഞാൻ ബെന്യാമിന്റെ നോവൽ തുടങ്ങുന്നത് തന്നെ ജയിൽ ജീവിതത്തോടു കൂടിയാണ്. വേണമെങ്കിൽ ബെന്യാമിന്റെ നോവലിനെ 3-4 ഭാഗങ്ങളായി വിഭജിച്ച് ഞാനിപ്പോൾ സംസാരിക്കാം. ഒന്നാമത്തെ ഭാഗം ജയിൽ ജീവിതമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഭാഗം പറയുകയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഭാഗമൊന്നുമില്ല. ഒന്നാമത്തെ ഭാഗമായി ഞാൻ പറയുന്നത് ജയിൽ ജീവിതമാണ്. രണ്ടാമത്തെ ഭാഗമായി ഞാൻ പറയുന്നത് സ്വന്തം ഗ്രാമത്തിലെ ജീവിതമാണ്. മൂന്നാമത്തെ ജീവിതമായി ഞാൻ പറയുന്നത് ഗൾഫിൽ, സൗദി അറേബ്യയിൽ ചെന്നിട്ടുള്ള ജീവിതമാണ്.
നാലാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് രക്ഷപ്പെടലാണ്, മരുഭൂമിയിലൂടെയുള്ള. അഞ്ചാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് സമാപനം. അതിൽ ഏകദേശം 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ മരുഭൂമിയിലൂടെയുള്ള ജീവിതം മാത്രമാണ് ലേശം കാണിക്കുക മാത്രം ചെയ്തത്. വെറും അതുപോലും എത്രയോ സ്ഥലങ്ങളിൽ തെറ്റിപ്പോയി. ആ നോവലിലുള്ള മനോഹാരിത ഇല്ലാതെ അവതരിപ്പിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പാമ്പുകൾ വരുന്ന രംഗം നോക്കി. എങ്ങനെയാണ് ബെന്യാമിൻ അത് എഴുതി വെച്ചിരിക്കുന്നത്? ഇത്ര മനോഹരമായിട്ടാണ്. നമ്മൾ ആരും മരുഭൂമിയിൽ പോയിട്ടില്ല. മരുഭൂമിയിൽ പാമ്പുണ്ടോ എന്നും അറിയില്ല. എങ്കിലും ബെന്യാമിന്റെ എഴുത്തിലൂടെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോ 4-5 ഭാഗങ്ങൾ ആയി ഭാഗിച്ചാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളതെങ്കിലും അതിലെ ഒരേ ഒരു ഭാഗമായ മരുഭൂമിയിലൂടെയുള്ള രക്ഷപ്പെടൽ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂവെങ്കിലും അതുപോലും കൃത്യമായില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതിനാൽ സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുന്നു എന്നല്ല കേട്ടോ പറഞ്ഞത്. പുസ്തകങ്ങൾ കിട്ടുന്നത് വായിച്ചും നല്ല സിനിമകൾ കണ്ടും അതിൽ സർഗാത്മകത, സ്വാഭാവികത എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പഠനം ഭേദപ്പെട്ട രീതിയിൽ പോയത്. ഓക്കെ, അതെങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സിനിമയിൽ സ്വഗതാഖ്യാനങ്ങൾ വളരെയധികം വേണ്ടിവരുന്ന ഒരു സിനിമയാണ്. കാരണം നല്ലൊരു ഭാഗം സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ കൂട്ടുകാരില്ല. വേണമെങ്കിൽ ആടുകൾ മാത്രമാണ് കൂട്ടുകാരി. അവരോട് എന്ത് സംസാരിക്കാൻ? എല്ലാം ചിന്തകളാണ്. നാടിനെ കുറിച്ചുള്ള ചിന്ത, രക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള ചിന്ത. ഇനി മറ്റൊന്ന് ഞാൻ പറയട്ടെ, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം, വേണമെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, നല്ല ഭാഷയിൽ പറയാം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നജീബ് എന്ന വ്യക്തി തിരിച്ചറിയുന്നത് ഞാൻ യഥാർത്ഥ വിസ ഏത് കമ്പനി നൽകിയോ ആ കമ്പനിയിലല്ല ചെന്ന് പെട്ടിരിക്കുന്നതെന്നറിയുന്നത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വേണമെങ്കിൽ വർഷങ്ങളും എടുത്തിട്ട് മാത്രമാണ്. നോവലിൽ അപ്രകാരം ചിന്തിക്കുന്നത് കാണിക്കുന്നുണ്ട് നമ്മളെ. സിനിമയിൽ എങ്ങനെയാണ്? എയർപോർട്ടിൽ വെച്ച് തന്നെ തിരിച്ചറിയുന്ന പോലെയാണ് കാണിക്കുന്നത്. എന്താ പറയുന്നത്? ആ നജീബിനെയും നജീബിന്റെ കൂടെയുള്ള ആ സുഹൃത്തിനെയും കൊണ്ടുപോകാൻ ആ വണ്ടിയിൽ ആ വ്യക്തി വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഹെൽപ്പേഴ്സ്, ഞങ്ങൾ ഹെൽപ്പേഴ്സ്. അതിന് സമാനമായ വാക്യം പറയുന്നുണ്ട്, ഞങ്ങൾ ഹെൽപ്പേഴ്സ്, വി ഹെൽപ്പേഴ്സ് എന്നതിന് സമാനമായ വാക്യം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നയാൾ ശരിയല്ലാത്ത ഓണർ, യജമാനാണെന്ന് അവർ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു എന്നല്ലേ? അല്ല, അങ്ങനെയല്ല. കഥ അങ്ങനെയല്ല. നോവലിലെ കഥ അങ്ങനെയല്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വേണമെങ്കിൽ വർഷങ്ങളും എടുത്ത് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ഈ 4 വർഷത്തെ ജീവിതത്തിന് ശേഷം ജയിലിൽ വെച്ച് മാത്രമാണ്. ഒരു കാര്യം തിരിച്ചറിഞ്ഞത് പോലും ജയിലിൽ വെച്ചാണ്. ഞാനിപ്പോൾ പറയാം എന്ത് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ജയിലിൽ ഇങ്ങനെ കമ്പനി വിട്ട് രക്ഷപ്പെട്ടു പോയവർ തിരഞ്ഞ് അവരുടെ അർബാബ്, അതായത് മുതലാളിമാർ വരുമല്ലോ. അപ്പൊ ആ വരുന്ന കൂട്ടത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അവർ മാരകമായി അടിക്കും, തിരിച്ചു കൊണ്ടുപോകും.
അതൊക്കെ കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി സിനിമ കണ്ടവർക്ക് അതിനെക്കുറിച്ച്? എത്ര പേർക്ക് ആ വേദന ഉണ്ടായി? ഓക്കെ, അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ നജീബിന്റെ യജമാനനും, കള്ള യജമാനനാണ് എങ്കിലും ആ യജമാനനും വന്നു. നജീബ് ആകെ വിഷമത്തിലായി. നോവലിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സിനിമ കണ്ട വിഷമത്തിലായി എന്നുള്ളതിന്റെ യാതൊരു സൂചനയുമില്ല. ആർക്കും മനസ്സിലായിട്ടുമില്ല എന്താണെന്ന്. നോവൽ വായിച്ചിട്ടില്ലാത്ത ആർക്കും മനസ്സിലായിട്ടുമില്ല. അപ്പോൾ നജീബ് വളരെയധികം വിഷമിക്കും. കാരണം എന്താണ്? ഇപ്പൊ തന്നെ ഇയാളെ അടിക്കുന്നതല്ല പ്രശ്നം, തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോകുമല്ലോ മരുഭൂമിയിലേക്ക്, പോലീസിന്റെ ഒത്താശയോടുകൂടി. അപ്പോൾ മുന്നിലൂടെ വരുമ്പോഴും ആകെ നജീബിനെ തിരിച്ചറിയാതിരിക്കാൻ സാധിക്കുന്നത് നജീബ് മരുഭൂമിയിലായിരുന്നപ്പോൾ ഭീകരരൂപി പോലെ താടിയും മുടിയും വളർന്ന് അഴുക്ക് രൂപമായിരുന്നെങ്കിൽ ജയിലിലെത്തിയതിനു ശേഷം കുളിക്കാൻ സാധിച്ചു, മുടിവെട്ടാൻ സാധിച്ചു, താടി വെട്ടാൻ സാധിച്ചു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും 4 വർഷത്തോളം ഈ പറഞ്ഞ അർബാബിന്റെ കൂടെ, കള്ളനായ അർബാബിന്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയെ എത്ര തലമുട്ടയടിച്ചാലും, എത്ര മുടി വെട്ടിയാലും, താടി വെട്ടിയാലും, കുളിച്ചാലും നമ്മൾ തിരിച്ചറിയും. യഥാർത്ഥത്തിൽ ഈ യജമാനൻ തിരിച്ചറിയുന്നുമുണ്ട്. നോവലിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അതിന് സമാനമായ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് 1-ാം ഭാഗം നിർത്തുകയാണ് ബഹുമാന്യനായ ബെന്യാമിൻ ചെയ്യുന്നത്. ഞാൻ എടുത്തു പറയുകയാണ്, ബഹുമാന്യനായ ആദരണീയനായ ബെന്യാമിൻ ചെയ്യുന്നത്. 1-ാം ഭാഗം നോവലിൽ തീരുന്നത് അങ്ങനെയാണ്. ഈ അർബാബ് വന്നു, കണ്ടു. അതിന് സമാനമായ ഒരു വാക്യം അതിലുണ്ട്. ബെന്യാമിന്റെ വാക്കുകൾ എനിക്ക് പറയാൻ അറിയില്ല, ആ മനോഹരമായ വാക്കുകൾ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ് 1-ാം ഭാഗം. എന്നിട്ടും പിന്നെ അവസാനമാണ് നോവലിൽ ഇതുപോലെ അർബാബ് വരുമ്പോൾ, ഉടമസ്ഥൻ വരുമ്പോൾ, കള്ളനായ ഉടമസ്ഥൻ വരുമ്പോൾ അയാൾ കണ്ടുവെങ്കിലും അയാൾ അടിക്കാതെ തിരിച്ചു കൊണ്ടുപോകാതിരിക്കുന്നത്. അപ്പോഴാണ് സുഹൃത്ത് പറയുന്നത്, നിന്നെ കൊണ്ടുപോകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അയാളുടെ വിസയിലല്ല നീ വന്നിട്ടുള്ളത്. അതിന് സമാനമായ ഒരു വാക്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നജീബ് വന്നത് കൃത്യമായ വിസയിലാണ്. ഒരു കമ്പനിയിലേക്ക് ഹെൽപ്പർ എന്ന പോസ്റ്റിൽ, സഹായി എന്നുള്ള പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ആ യജമാനൻ തിരിച്ചു കൊണ്ടുപോകാത്തതാണ്. തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ രേഖയിൽ ഒപ്പുവെക്കേണ്ടി വരില്ലേ? രേഖ കാണിക്കേണ്ടി വരില്ലേ? ഈ യജമാനൻ എന്തെങ്കിലും രേഖയുണ്ടോ? ഇല്ല, കള്ളനാണ്. അപ്പോ ആ സംഭവം നജീബ് എന്ന വ്യക്തി തിരിച്ചറിയുന്നത്, ഞാൻ പറയാം, 4 വർഷത്തിലേറെ കഴിഞ്ഞിട്ടാണ്. സിനിമയിലോ ചെന്നപാടെ തിരിച്ചറിഞ്ഞു. ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ സിനിമയിൽ പറയുന്നുണ്ട്, അയാളെ ആ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ, ആടുകളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറയുന്നു, പല പ്രാവശ്യം 2 പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഹെൽപ്പേഴ്സ്, വി ഹെൽപ്പേഴ്സ്. അറിയാവുന്ന ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, സഹായികൾ, ഞങ്ങൾ സഹായികൾ. അവിടെ മുതൽ തെറ്റ് തുടങ്ങുകയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിരവധി തെറ്റുകൾ പറഞ്ഞു പോകേണ്ടി വരും. എനിക്ക് പറയാനുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ തീർന്നില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ ഞാൻ പറയാം. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് പറയാനല്ലാതെ വേറൊരു കാര്യം, ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ നോവൽ വായിച്ചിട്ട് ആരെങ്കിലും ഈ കള്ളനായ അർബാബിനെതിരെ ആക്ഷൻ എടുത്തോ?
സൗദി അറേബ്യ എന്ന് പറയുന്നത് നിസ്സാര കാര്യത്തിന് പോലും തലവെട്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഏകദേശം 3 മണിക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം, നിസ്കാരത്തിന് ശേഷം, നിസ്കരിച്ചവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ പള്ളിയുടെ മുമ്പിൽ വെച്ച് അന്ന് കൊല്ലാനുള്ള ഒരാളെ വെട്ടിക്കൊല്ലും. ആ വെട്ടിക്കൊന്ന വ്യക്തിയെ ക്യൂ നിന്ന് തുപ്പിയതിനു ശേഷമാണ് നിസ്കരിച്ചവർ തിരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സൗദി അറേബ്യയിൽ സാധാരണ ഒരു കാഴ്ച മാത്രമാണ് വെട്ടിക്കൊല്ലൽ, ശിക്ഷ. പല രാജ്യങ്ങളും മരണശിക്ഷ നിർത്തലാക്കി ഇന്ത്യയും വിരളമായ തൂക്കിക്കൊല്ലലുള്ളൂ എങ്കിലും കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനങ്ങളിലൊന്നാണ് തൂക്കിക്കൊല്ലൽ നിർത്തലാക്കുമെന്നുള്ളത്. തൂക്കിക്കൊല്ലൽ ഒന്നിനും പരിഹാരമാകുന്നില്ല. അവന് വേണമെങ്കിൽ സന്തോഷമാകാം, അവന്റെ ആ ദുഃഖം നിറഞ്ഞ ജയിൽ ജീവിതം അവസാനിക്കുന്നു, അവൻ പശ്ചാത്തപിക്കുന്നില്ല, അവൻ മരിച്ചു പോകുന്നു, അവന് സന്തോഷം, ജയിലിൽ കിടക്കണ്ട. യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാലും അത് തെറ്റാണ്. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്. തിരിച്ചെടുക്കേണ്ട കടമയും ദൈവത്തിന് മാത്രമാണ്. നമുക്ക് അധികാരമില്ല. നമുക്ക് ശിക്ഷിക്കാം, അടിക്കാം, വഴക്ക് പറയാം, ശകാരിക്കാം, പിഴ വിധിക്കാം, ജയിലിലടയ്ക്കാം. ഏത് ശിക്ഷാവിധിയെക്കുറിച്ചും ഞാൻ അങ്ങനെ തന്നെ. നിർഭയ കൊലപാതകത്തിൽ ശിക്ഷാവിധി നടപ്പാക്കിയപ്പോഴും ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു. തെറ്റ്, അവരെ തൂക്കിക്കൊന്നത് തെറ്റ്. അവർ നല്ലവരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുപോലെ നിർഭയ വിശുദ്ധയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരു തരത്തിലും നിർഭയ വിശുദ്ധയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നിർഭയയുടെ കുറെ കുറ്റങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അന്ന് തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആ 4 പേർ നല്ലവരാണെന്നല്ല അതിനർത്ഥം. അതും ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ. ഓക്കെ, നമ്മൾ വിഷയത്തിൽ മാറിപ്പോകുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ തൂക്കിക്കൊലയെക്കുറിച്ച്, വെട്ടിക്കൊലയെക്കുറിച്ച് പറയാനായിട്ട് വന്നത്? അതായത് ഈ നജീബിനെ ഈ ദുഃഖകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോയ ഈ അറബാബ് എത്ര വലിയ തെറ്റാണ് ചെയ്തത്. അയാൾ ജീവിക്കുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിൽ. സൗദി അറേബ്യ എപ്രകാരമുള്ള രാജ്യമാണ്? നിസ്സാര കാര്യത്തിനും പോലും വെട്ടിക്കൊല, തലവെട്ട് ഉള്ള രാജ്യമാണ്. ഇയാൾ ചെയ്തൊരു നിസ്സാര കാര്യമാണ് സുഹൃത്തുക്കളെ. ഒരു തെറ്റും ചെയ്യാത്ത കൃത്യമായ വിസയിൽ വന്നിട്ടുള്ള ഒരു യുവാവിനെ അനധികൃതമായി 4 വർഷം വീട്ടിൽ പറഞ്ഞയക്കാതെ, ശമ്പളം കൊടുക്കാതെ, കൃത്യമായ ഭക്ഷണം കൊടുക്കാതെ, പൊരിവെയിലത്ത് ജോലി ചെയ്യിപ്പിച്ച് ഉറങ്ങാൻ, മഴയത്തോ വെയിലത്തോ ഉറങ്ങാൻ മുകളിൽ ആകാശം എന്നതൊഴിച്ച് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ 4 വർഷം കുളിക്കാതെ ജീവിക്കേണ്ടി വന്ന ഒരു ഭീകര ജീവിയായി മാറുകയായിരുന്നു നജീബ്. സിനിമയിൽ കാണിച്ചതുപോലെയുള്ള രൂപമൊന്നുമല്ല നോവലിൽ നമുക്ക് ബെന്യാമിൻ കാണിച്ചു തരുന്നത്. അപ്പോ ഞാൻ പ്രൊഫസർ സിനിമയെ വിമർശിക്കാൻ തുടങ്ങിയാൽ എനിക്ക് നിർത്താതെ വിമർശിക്കേണ്ടി വരും. അപ്പൊ എത്ര എപ്പിസോഡുകൾ ചെയ്യേണ്ടി വരും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ഇനി സിനിമയെ വിമർശിക്കാം. അപ്പൊ നിങ്ങൾ ആ സിനിമ കണ്ട് സമയം ദുർവിനിയോഗം ചെയ്യരുത്. നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ നോവൽ കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെ നിങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഊഹിച്ചെടുക്കും. ഒരു ഉദാഹരണം പറയാം. മരുഭൂമിയിലുള്ള യാത്രയ്ക്കിടയിൽ ഒരു ആഫ്രിക്കക്കാരൻ കൂടെയുണ്ട്. ഒരു നിശ്ചിത സമയത്തിന് ശേഷം അയാളെ കാണുന്നില്ല. ഒറ്റ വ്യക്തികൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. നോവൽ വായിച്ച് എനിക്ക് മനസ്സിലായി, എന്നെ പോലെ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി. അവിടെ ഒരു
കുപ്പിയും കുപ്പിയുടെ മുകളിൽ ഈന്തപ്പഴം പോലെയുള്ള ഒരു സാധനവും മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഏറെ അത്ഭുതം, ഒരു വ്യക്തി ഊഹിച്ച് ആ സംഭവത്തെ പറ്റി പറഞ്ഞത്, ചെറിയ കുട്ടിയൊന്നും അല്ലട്ടോ പറഞ്ഞത്, ഏകദേശം 55 വയസ്സെങ്കിലുമുള്ള ഒരു കമ്പനിയുടെ മേലുദ്യോഗസ്ഥരാണ് പറഞ്ഞത്. ആ പറഞ്ഞത്, ഈ ആഫ്രിക്കക്കാരെന്ന് പറയുന്ന പറഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ വന്നതാണോ? അങ്ങനെ ആയിരിക്കും അല്ലേ? കാരണം ഒരു പെട്ടെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളെ കാണാതായല്ല. ഒരു പ്രായമായ പക്വതയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ കൂടി സങ്കല്പിച്ച് പറഞ്ഞു. കാരണം ആർക്കും മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ആഫ്രിക്കക്കാരനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ കാണുന്നത് ഒരു കുപ്പിയും കുപ്പിയുടെ മുകളിൽ ഒരു ഈന്തപ്പഴവും ഇരിക്കുന്നതാണ്. അപ്പൊ പലരും പലതരത്തിൽ ഊഹിച്ചു, കുട്ടികൾ പലതരത്തിൽ ഊഹിച്ചു. ഈ മനുഷ്യൻ ഊഹിച്ചെന്താ? ഓ, അയാൾ ദൈവമായിരിക്കുമല്ലേ. ദൈവത്തെ പെട്ടെന്ന് കാണാതായി. ദൈവം ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും, ഇടയ്ക്ക് കാണാതാവുമെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ ചില ഗ്രന്ഥങ്ങളിൽ? ദൈവം പ്രത്യക്ഷപ്പെട്ടു, വരം ചോദിച്ചു, വരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു, വരം ചോദിച്ചു, ഒരു വരം ചോദിച്ചു, അല്ലെങ്കിൽ 2 വരം ചോദിച്ചു. അതുപോലെ പോലും പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഈ ആടുജീവിതം ഒഴിച്ചുള്ള മറ്റു സിനിമകളുമായി ഈ പറഞ്ഞ സംവിധായകൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നെന്നും ആ വ്യക്തിയെ അഭിമാനപൂർവ്വവും സന്തോഷപൂർവ്വവും ആദരപൂർവ്വവും ലോകം കാണുമായിരുന്നു. അപ്പോൾ ഓർക്കുക, മഹാഭാരതം ഒരിക്കലും 3 മണിക്കൂർ കൊണ്ട് സിനിമയാക്കാൻ പറ്റില്ല. പറ്റാത്തത് ചെയ്യാതിരിക്കുക. ഇനി മഹാഭാരതം അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് പറ്റായിക ഉള്ളതുകൊണ്ട് മഹാഭാരതത്തിൽ ഏതെങ്കിലും ഒരു ഉപകഥ മാത്രം എടുത്ത്, അല്ലെങ്കിൽ ഉപകഥയ്ക്കുള്ളിൽ ഉപകഥ മാത്രം എടുത്ത് മനോഹരമാക്കിയിട്ടുള്ളവരുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കാഞ്ചന സീത എന്ന സിനിമ എത്ര മനോഹരമാണ്. മഹാഭാരതത്തിലെ ഒരു ഉപകഥയുടെ ഉപകഥയാണത്. അത് 2 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ 2.5 മണിക്കൂർ കൊണ്ടോ ഒക്കെ തീർത്തും മനോഹരമായ സിനിമയാക്കി. അപ്പോ ഞാൻ വീണ്ടും നാം വിഷയത്തിന് മാറിപ്പോയി. നമ്മൾ പറഞ്ഞു വന്നത് ആ അർബാബ് എത്ര ക്രൂരനായ മനുഷ്യനാണെന്നുള്ള. നമ്മൾ നോവൽ വായിച്ചു, സിനിമ കണ്ടു. നമ്മളിൽ ആരും ആക്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ അർബാബിനെതിരെ എത്ര ക്രൂരനായ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയാണത്. രാഷ്ട്ര നേതാക്കൾ ഈ നോവൽ വായിക്കണ്ടേ? രാഷ്ട്ര നേതാക്കൾ സിനിമ കാണണ്ടേന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ആ സിനിമയുടെ നിലവാരം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആരും ആ അർബാബിനെതിരെ ആക്ഷൻ എടുക്കില്ല. ആർക്കും അതിന്റെ മർമ്മം മനസ്സിലായിട്ടില്ല. ഓക്കെ, പക്ഷെ ഈ നോവൽ മറ്റു ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യണം. ആ ഭാഷകളിലെയും മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ അത് കണ്ട് ഈ വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കണം, അയാളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. എത്ര ക്രൂരനാണ്. ഇനി 2, നമ്മൾ ആ ആടുജീവിതത്തിൽ കാണുന്നില്ലേ, ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു അമ്പലത്തിൽ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ കൃത്യമായ വിസയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എയർപോർട്ടിൽ ചെന്നിട്ടുള്ള രംഗം നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ കുറ്റത്തിന് ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഈ അർബാബിനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. നമ്മൾ നോവല് വായിച്ചിട്ടും സിനിമ കണ്ടിട്ടും കാര്യമില്ല. ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഒന്നുകിൽ ഇപ്പോ അവിടെ ജീവിച്ചിരിപ്പുണ്ടാവാം, ഇല്ലായിരിക്കും. ആ വ്യക്തിയെ നിയമത്തിന്റെ പരിധിയിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ സൗദി അറേബ്യൻ ഗവൺമെന്റ്? ആ വ്യക്തിക്ക് സമാനമായ വേറെ അറബാബുമാരില്ലേ അന്നും ഇന്നും?
എത്ര പേരുടെ ജീവിതം മരുഭൂമിയിൽ മരണപ്പെട്ടു പോകുന്നു. മരുഭൂമിയിലെ പൂഴിക്കുള്ളിൽ ആടുജീവിതത്തിലും 2 ജീവിതങ്ങൾ മരണപ്പെട്ടു പോയില്ലേ? അവരുടെ വീട്ടുകാർക്ക് ഇപ്പോഴും അറിയാവോ? അവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ അവരുടെ അപ്പൻ, അല്ലെങ്കിൽ അവരുടെ മകൻ, അല്ലെങ്കിൽ അവരുടെ സഹോദരൻ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ആരുടെയോ വെടിയേറ്റ് പൂഴിമണ്ണിൽ നിദ്ര കൊള്ളുകയാണെന്ന് അറിയില്ല. അതായത് 2 വ്യക്തികൾ അവിടെ മരിക്കുന്നത് നാം കാണുന്നുണ്ട്. ആടുജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഥയിൽ സിനിമ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്ര മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് മരിക്കുന്നത് നജീബ് വരുന്നതിന് മുമ്പ് അവിടെ പാല് കറക്കാനും ആടുകളെ നോക്കാനും നിന്നിരുന്ന വ്യക്തി. അതിനെ ഭീകരജീവി എന്നുള്ള അർത്ഥത്തിലാണ് ബെന്യാമിൻ വിളിക്കുന്നത്. നമുക്ക് അയാളെ കണ്ടു കഴിഞ്ഞാലോ ഒന്നും ഒരു ഭീകരജീവിയാണെന്ന് തോന്നില്ല. സാധാരണ ഒരു ഹിന്ദിക്കാരൻ ഹിന്ദി സംസാരിക്കുന്ന പോലുള്ള ഹിന്ദി സംസാരവുമായി അയാൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് താടിയുണ്ട്, അതല്ലാതെ വേറെ ഒരു വ്യത്യാസം അയാൾക്കില്ല. അയാൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് സിനിമ കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ബെന്യാമിൻ എത്ര മനോഹരമായിട്ടാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരു നിശ്ചിത ദിവസം അയാൾ ചെന്നതിന്റെ 2ാമത്തെ ദിവസമോ മറ്റോ ഈ വ്യക്തിയെ കാണാതാവുന്നത് ആ വ്യക്തി ധരിച്ചിരുന്ന ബെൽറ്റിന് സമാനമായ ഒരു ലോഹം, ലേശം തിളങ്ങുന്ന ലോഹം അരയിലുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പ്രാരംഭഘട്ടത്തിൽ നജീബ് ഓർക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നീട് ഇയാളെ കാണാതായി. പിന്നീട് എത്രയോ മാസങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരിക്കൽ നജീബ് ആടുകളെയും കൊണ്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നജീബിനെ ആട് കുത്തിയിടുകയായിരുന്നു ആ സന്ദർഭത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ആവട്ടെ, മണൽ കൂമ്പാരത്തിൽ ഒരു തിളങ്ങുന്ന സാധനം കണ്ടു. എന്താണെന്നറിയാൻ മാറ്റി നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് കണ്ട ബെൽറ്റ്. കൂടുതൽ മണ്ണ് മാറ്റി നോക്കി. അപ്പോഴാണ് അസ്ഥികൂടം കാണുന്നത്. അങ്ങനെയാണ് അനുമാനത്തിലെത്തുന്നത് അന്ന് കണ്ട വ്യക്തി പിറ്റേ ദിവസം ഒളിച്ചോടിപ്പോയതായിരിക്കാം രാത്രിയിൽ ഏതെങ്കിലും യാമത്തിൽ. ആ വ്യക്തി നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് നോവലിലൂടെ, സിനിമയിലൂടെ ഊഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ഇനിയും ഞാൻ ഈ സിനിമയുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിന് കൊണ്ടാണ് ഞാൻ മറ്റേ കുറ്റവാളിയെ ശിക്ഷിക്കണം, ആരുടെ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് സമാനമായി അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് സമാനമായി ജീവിക്കുന്ന വ്യക്തികളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിഷയം മാറിപ്പോയതൊന്നും മറന്നുപോയി. ഓക്കെ, അപ്പോൾ അത് ഞാൻ തുടരുകയാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പോൾ 2 മരണങ്ങൾ ആടുജീവിതത്തിൽ തന്നെയുണ്ട്. അവരുടെ ബന്ധുക്കൾ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ട്. അവരറിയുന്നില്ല ഈ വ്യക്തി അവിടെ മരിച്ചു എന്നുള്ളത്, ആരും അറിയുന്നില്ല. അപ്പൊ ഒന്നാമത്തെ മരണം ഞാൻ പറഞ്ഞത് നജീബിന് മുമ്പ് അവിടെ പാൽ കറക്കാനും ആടുകളെ നോക്കാനുമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയുടെ മരണമാണ്. ആ മരണം ബെന്യാമിൻ വിവരിച്ചതിന് ശേഷം ബെന്യാമിൻ പറയുന്നുണ്ട്, അപ്പോൾ തന്നെ ഇയാൾ ഓടി അർബാബിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അർബാബ് ഞാൻ ഒന്നും തെറ്റ് ചെയ്യില്ല. അതിന് സമാനമായ സെന്റൻസുകൾ, വാക്യങ്ങൾ അർബാബിന്റെ മുന്നിൽ പറയുന്നുണ്ട്. ഇത് വല്ലതുമുണ്ടോ ഈ സിനിമയിൽ? ആർക്കെങ്കിലും മനസ്സിലായോ? 12 മാസത്തെ ചൂടിനിടയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മഴ പെയ്യുന്ന രംഗം
ബെന്യാമിൻ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതുമുണ്ടോ? ഇടിമിന്നലും ഇടിവെട്ടുമുള്ള രാത്രിയിൽ അറബാബ് പേടിക്കുന്നതും പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നജീബിനെ കെട്ടിപ്പിടിക്കുന്നതിന് സമാനമായ രംഗങ്ങളും വലതുമുണ്ടോ? ജയിൽ ജീവിതം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തു. എന്നാൽ നോവലിൽ ഏറ്റവും കൂടുതൽ നീളുന്നത് ജയിൽ ജീവിതമാണ്. തുടക്കം തന്നെ ജയിൽ ജീവിതമാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി 2 വാക്യവും പറഞ്ഞു അത് അവസാനിപ്പിച്ചു. കലയെ നശിപ്പിക്കരുത്. ഒരു സൃഷ്ടി നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരാൾ അതീവ സർഗാത്മകതയുള്ള പ്രതിഭാധനനായ ഒരു വ്യക്തി ഒരു ശില്പമുണ്ടാക്കി ഏറ്റവും അവസാനം അയാൾ നോക്കുമ്പോഴാണ് ഏതോ ഒരു കുഞ്ഞു പോരായ്മ ഏതോ ഒരു ഭാഗത്ത്. അയാൾ ആ പ്രതിമ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. കാരണം അഴുക്കുണ്ടാവരുത്. കല എന്ന് പറഞ്ഞാൽ കൊലയല്ല. കല എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മനോഹരമായിരിക്കണം. അതിൽ ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞത് കലയോടുള്ള ആ കലാകാരന്റെ സ്നേഹം കൊണ്ടാണ്. ഇവിടെ എത്രയോ തെറ്റുകളാണ് ആടുജീവിതത്തിൽ കാണുന്നത്. എനിക്ക് പറയാൻ തുടങ്ങിയാൽ നിർത്തേണ്ടി വരും. വിഷയവുമായി ആടുജീവിതമെന്ന വിഷയവുമായി ബന്ധമില്ലാത്ത 2-3 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞു. അതിലൊന്നാണ് ആ കുറ്റവാളിയായ അർബാബിനെ ശിക്ഷിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞത്. മറ്റൊന്ന്, ഇതുപോലുള്ള മരണങ്ങൾ എത്രയോ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നു. ആ മരണങ്ങൾ വല്ലതും വീട്ടിലുള്ളവരറിയുന്നുണ്ട്, കാണാതായി എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇതുപോലുള്ള അറബാബുമാരുടെ യജമാന്മാരുടെ ജോലിസ്ഥലത്ത് പൂഴിമണ്ണിൽ മരിച്ചു കിടക്കുന്നുണ്ടാവാം. നജീബിനോടൊപ്പമുള്ള ആ വ്യക്തിയെ മരിക്കുന്നില്ലേ? എത്ര മനോഹരമായിട്ടാണ് ബെന്യാമിൻ അത് എഴുതി വച്ചിരിക്കുന്നത്. അത് വല്ലതും എഫക്ട് ചെയ്തോ സിനിമയിൽ? എത്ര പേർക്ക് മനസ്സിലായി? ഒരു മണൽക്കാറ്റ് വന്ന് അയാളെ മൂടിക്കളയുകയാണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞതും ഇടയ്ക്ക് വെച്ച് മറന്നുപോയതുമായ ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞിരുന്നു കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നുള്ളത്. മറ്റൊന്ന്, എല്ലാ സിനിമകളും എല്ലാ നോവലുകളും എല്ലാ കഥകളും സിനിമയാക്കണമെന്നില്ല. ചിലത് സ്വഗതാഖ്യാനങ്ങളായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വഗതാഖ്യാനങ്ങൾ സിനിമയാക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട. അതിന് പറ്റിയ സംവിധായകരുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന് അനന്തരം ഇതിന് സമാനമായ ചിന്തകളാണ് കൂടുതലും. അജയൻ എന്ന കഥാപാത്രത്തിന്റെ ചിന്തകളാണ്. അവിടെ ആ ചിന്തകളെ മനസ്സിലാക്കി തരാൻ ഒരു പ്രത്യേക തരത്തിൽ, ഞാൻ അത് പറയും, ഇതിനു മുമ്പ് സിനിമകളിൽ കാണാത്ത രീതിയിൽ ഒരു പ്രത്യേക തരത്തിൽ സ്വഗതാഖ്യാനങ്ങൾ അതിൽ ചേർത്തു അനന്തരത്തിൽ. ഇത് അസ്വാഭാവികതയല്ല എന്ന് തോന്നിപ്പിക്കും വിധം സിനിമ തുടങ്ങുമ്പോൾ തന്നെ സ്വഗതാഖ്യാനം. അതുകൊണ്ട് തന്നെ അത് ഒരു അരോചകമായി തോന്നുന്നില്ല. സ്വഗതാഖ്യാനം അല്ലെങ്കിൽ അരോചകമായി തോന്നണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവിക ജീവിതത്തിൽ സ്വഗതാഖ്യാനത്തിന് സമാനമായ ഒരു ശബ്ദം നാം കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം, റേഡിയോയിൽ നിന്ന് വരുന്ന പാട്ടിന്റെ ശബ്ദം, കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം, ഇതൊക്കെ മാത്രമാണ്. അതായത് സ്വഗതാഖ്യാനം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ അത് കേൾപ്പിച്ചേ മതിയാവൂ, എന്നാലേ മറ്റുള്ളവർക്ക് മനസ്സിലാകൂ എന്നറിയുന്നത് കൊണ്ട് തുടക്കത്തിൽ തന്നെ അത് അടൂർ ഗോപാലകൃഷ്ണൻ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി എന്ന് എനിക്ക് പറയാനുള്ളൂ. തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്റെ പേര് അജയൻ, അജയകുമാർ എന്നും വിളിക്കും. എന്നെ പ്രസവിച്ച സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ അവളെ കഴുത്തു ഞെരിച്ചു കൊല്ലും എന്നതിന് സമാനമായ
വാക്യങ്ങൾ സ്വഗതാഖ്യാനമായി പറഞ്ഞുകൊണ്ടാണ് അനന്തരം എന്ന സിനിമ തുടങ്ങുന്നത്. അനന്തരവും ചിന്തകളാണ്, ഈ നജീബിന്റെ ചിന്തകൾ പോലെയുള്ളത്. അപ്പോ സ്വഗതാഖ്യാനം സിനിമയാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആ പണിക്ക് പോവാതിരിക്കുക, പറ്റുന്ന പണിക്ക് പോവുക. പിന്നെ സൃഷ്ടി ചെയ്ത് മനോഹരമായ പ്രതിമ ഉണ്ടാക്കി അവസാനം അതിൽ ചീത്ത ഒരു സാധനം കണ്ടുപിടിച്ചതിന് ശേഷം മൊത്തം പ്രതിമ തകർത്ത് കളഞ്ഞ് നല്ല കലാകാരന്മാരുണ്ടെന്നും കൂടി ഈ ആടുജീവിതത്തിൽ സംവിധായകനെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ കടന്നു വന്നിട്ടുള്ള പ്രമുഖരായ 2 വ്യക്തികളുണ്ട്. മറ്റ് മേഖലയിൽ അതീവ സർഗാത്മകത കാണിച്ചിട്ടുള്ള അവരുടെ പേര് കൂടി ഈ സിനിമയിൽ വന്നതോടുകൂടി പോയി എന്ന് എനിക്ക് പറയാനുണ്ട്, ചെറുതായിട്ടെങ്കിലും. ഒരു ഉദാഹരണം പറഞ്ഞാൽ റഹ്മാൻ എത്രയോ മനോഹരമായ സിനിമകളുടെ എത്രയോ മനോഹരമായ സംഗീതം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ഇതിൽ വന്നിട്ട് എന്ത് കാണിക്കാൻ സാധിച്ചു? സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ സംഗീതം പാടില്ല, അത് ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ ചില എഫക്റ്റുകൾക്ക് വേണ്ടി സിനിമയിൽ സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ, അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ പാട്ടില്ല കേട്ടോ, സിനിമയിൽ സംഗീതം കൊടുത്തിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ പാട്ടുണ്ടെങ്കിൽ അത് റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ്, അല്ലെങ്കിൽ ടിവിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റേജിലിരുന്ന് പാടുമ്പോൾ കേൾക്കുന്ന പാട്ടാണ്, അല്ലെങ്കിൽ മൂളിപ്പാട്ടാണ്, അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ അയാൾ പാടുന്ന പാട്ടാണ്. അല്ലാത്ത പാട്ടൊന്നുമില്ല കേട്ടോ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റഹ്മാൻ എന്ന വ്യക്തിക്ക് തനതായ വ്യക്തിത്വം കാണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തി എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം കഴിവുറ്റ വ്യക്തി തന്നെ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടേണ്ടത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള വ്യക്തിക്കായിരുന്നു, അല്ലെങ്കിൽ ജി അരവിന്ദനെ പോലുള്ള വ്യക്തിക്കായിരുന്നു. ഈ പറഞ്ഞ സംവിധായകനല്ല കിട്ടേണ്ടിയിരുന്നത്. അതുകൊണ്ട് മനോഹരമായ സിനിമ സംഗീതം അതിൽ കൊടുക്കാൻ പറ്റിയില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിലെ സംഗീതം നോക്കുക, പ്രത്യേകിച്ച് MB ശ്രീനിവാസൻ കൊടുത്തിട്ടുള്ള സംഗീതം ഞാൻ ഓർത്തുപോവുക. അനന്തരത്തിലെ സംഗീതം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സംഗീതം കേൾക്കുമ്പോൾ തന്നെ അത് ഒരേ സംഗീതം തന്നെയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നാം ആ അജയൻ എന്ന കഥാപാത്രത്തിന്റെ ദുഃഖത്തോടൊപ്പം നമുക്കും ദുഃഖം വരികയാണ്. അപ്രകാരം വ്യത്യസ്തമാണ് അനന്തരത്തിൽ സംഗീതം. ഒരേ സംഗീതം തന്നെയാണ് ഏകദേശം മുഴുവൻ സമയവും, അതിന് സമാനമായ സംഗീതം മാത്രമാണ്. ഇനി വിധേയൻ നോക്കുക, അതിൽ വേറെ സംഗീതമാണ്, എങ്കിലും ആ സംഗീതം എഫക്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ ആ ഭീകരനായ വിധേയന്റെ യജമാനൻ ഭാസ്കര പട്ടേലിനെ കുറിച്ചും ആ ഭാസ്കര പട്ടേലിനൊക്കെ വിധേയത്വപ്പെട്ട് ജീവിക്കുന്ന വിധേയനെ കുറിച്ചുമുള്ള ചിന്ത നമുക്ക് വന്നു പോകുന്നു. അങ്ങനെ ശ്രദ്ധേയമായ ഒരു സംഗീതം ആടുജീവിതത്തിലില്ല. അത് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവുകേട് കൊണ്ടല്ല, അദ്ദേഹം കഴിവുറ്റ വ്യക്തി തന്നെ. ഓരോ വ്യക്തിയും കഴിവുറ്റവനാകുന്നത് കഴിവുറ്റ സംവിധായകന്റെ കയ്യിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് വെറും ഹാസ്യ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സുരാജ് വെഞ്ഞാറമ്മൂട് വലിയ പ്രതിഭയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരു സംവിധായകന്റെ കയ്യിൽ വന്നപ്പോൾ, ജി രവീന്ദ്രനെ പോലുള്ള ഒരു സംവിധായകന്റെ കയ്യിൽ വന്നപ്പോൾ, ഡോക്ടർ ബിജു എന്ന സംവിധായകനെ പോലുള്ള നല്ലൊരു സംവിധായകന്റെ കയ്യിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടി. അത് അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ടല്ല, ആ കഥാപാത്രത്തെ എങ്ങനെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് ആ സംവിധായകൻ അറിയാം. സംവിധായകൻ എന്ന ഒരേ ഒരു കലാകാരന്റെ കലയാണത്. അതിന്റെ ഉള്ളിൽ അഭിനയിക്കുന്നത് സ്വരാജ് വെഞ്ഞാറമ്മൂടായാലും മമ്മൂട്ടിയായാലും ഏറ്റവും താഴേക്കടയിലുള്ള ഒരു വ്യക്തിയായാലും അയാളെ അഭിനയിപ്പിക്കേണ്ട രീതിയിൽ അഭിനയിപ്പിക്കാൻ അറിയാം. അയാൾ അഭിനയിക്കുന്ന അഭിനയത്തിന്റെ ക്രെഡിറ്റ് കൂടി സംവിധായകനുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ തിരഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ജോൺ അബ്രഹാമും ഷാജിൻ കരുണും നമുക്ക് എടുക്കാറുള്ളൂ. ഇവിടെ ആടുജീവിതത്തിൽ വ്യക്തിയെ എടുത്തതിൽ തന്നെ തെറ്റുണ്ട്. വളരെ ഉയർന്ന പൊക്കവും വണ്ണവുമുള്ള പൃഥ്വിരാജ് എന്ന വ്യക്തിയെ എടുത്തു. ഈ പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ പകുതി പൊക്കം പോലും ഇല്ലാത്ത വ്യക്തിയാണ് അവിടുത്തെ അറബാബ്. ഒറ്റ അടിക്ക് ആ അറബാബിന് നിലത്തിടാം. അപ്പൊ അവിടെ തന്നെ തെറ്റുണ്ട്. ഞാൻ
ക്ഷമിക്കണം, ആടുജീവിതം എന്ന സിനിമയുടെ തെറ്റുകൾ പറയാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി പറഞ്ഞാൽ എനിക്ക് നിർത്താതെ പറയേണ്ടി വരും. കുറെ തെറ്റുകൾ കൊണ്ട് നശിപ്പിച്ച സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് എന്തിന് നമ്മുടെ ജീവിതത്തിന്റെ സമയം ഇല്ലാതാക്കണം, വൃഥാവിലാക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രം. ബെന്യാമിനോട് എനിക്ക് ഒരിക്കൽ കൂടി ആദരവായി. ബെന്യാമിൻ ഇതെങ്ങനെ സഹിച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. സ്വന്തം സിനിമയെ, സ്വന്തം കഥയെ ഇത്രയും മോശമാക്കിയിട്ടും ബെന്യാമിൻ എതിർത്ത് പ്രതികരിക്കാൻ കണ്ടില്ല. എതിർത്ത് പ്രതികരിച്ച് കാണുന്നില്ല എങ്കിൽ എനിക്ക് മനസ്സിൽ പറയാനുള്ളത് ബെന്യാമിന് സിനിമയെക്കുറിച്ച് വലിയ അറിവില്ല എന്ന് മാത്രമാണ്. അപ്പോ ബെന്യാമിൻ ഇനി അഥവാ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും ബെന്യാമിൻ ഓർക്കുന്നത് സിനിമ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയായിരിക്കാം ബെന്യാമിന്റെ ചിന്ത. ഏതായാലും ബെന്യാമിൻ ഉറക്കമുണരണം. ആ മനോഹരമായ സൃഷ്ടിയെ നശിപ്പിച്ച വ്യക്തി നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജയിൽ ജീവിതം വളരെ കുറഞ്ഞു പോയി, 5 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിച്ചുവെന്നും, പാമ്പിനെ കുറിച്ചും ആഫ്രിക്കക്കാരൻ പെട്ടെന്ന് കാണാതായതിനെ കുറിച്ച്, അങ്ങനെ 3-4 സന്ദർഭങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. തറയെ തറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് സമയം കളയുന്നത് എന്തിനാണ്? നല്ല സിനിമകൾ എത്രയോ ഉണ്ട് നമുക്ക്. അതിനെക്കുറിച്ച് ഞാൻ വിമർശിക്കാം, അതിനെക്കുറിച്ച് ഞാൻ നിരൂപണം പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ, ഈ മലയാളം എന്ന സിനിമയിൽ ഞാൻ ഈ ആടുജീവിതം പെടുത്തുന്നില്ല. ഓക്കെ, ആടുജീവിതത്തിൽ നിന്ന് പ്രസ്തുത സംവിധായകൻ കാര്യങ്ങൾ ഗ്രഹിക്കണം. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ താങ്കൾക്കും സാധിക്കട്ടെ. അടൂർ ഗോപാലകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനേക്കാളും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.